ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് തക്കാളി ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ തലേ ദിവസമൊക്കെ ദോശമാവും ഇഡ്ഡലിക്കൊക്കെ അരച്ചു വെക്കാനൊക്കെ മറന്നൊക്കെ പോകും ചില സമയത്ത്. ആ സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്നവർക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമാണ്. നമ്മൾ സാധാരണ റവ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനു മുമ്പ് റവ ദോശയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, കാണാത്തവർ അതും കണ്ട് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പം നമുക്ക് ഈ തക്കാളി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശയ്ക്ക് ആവശ്യമായ തക്കാളിയാണിത്. അത് ഞാൻ ഈ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ സൈസിലൊരു ഇഞ്ചി കഷ്ണമാണ്. ഈ ഇഞ്ചിയും നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അരക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയില ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുഴിയുള്ള ഒരു പാത്രത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് ഇതിലേക്ക് ദോശക്കുള്ള പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. ഇനി തക്കാളി അരച്ചു വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ റവ എടുക്കുന്ന അതേ അളവിൽ തന്നെ അരിപ്പൊടി എടുക്കണം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. വെള്ളം കുറേശ്ശെ പല പ്രാവശ്യമായിട്ട് ഒഴിച്ച് ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇപ്പോൾ ദോശമാവ് പാകത്തിന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി പാത്രം ഒന്ന് മൂടി ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ മാവ് കലക്കി വെച്ചിട്ട് 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കാം. ദോശമാവ് കുറച്ചുകൂടി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. റവയൊക്കെ ഒന്ന് കുതിർന്ന് വന്നപ്പോൾ വീണ്ടും നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് കലക്കിയെടുക്കണം. ഈ തക്കാളി ദോശ നമ്മൾ റവ ദോശ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ചെയ്യുന്നത്. ആ കൺസിസ്റ്റൻസി വേണം കലക്കിയെടുക്കാനായിട്ട്. നല്ല വെള്ളം പോലെ ഇരിക്കണം. റവ ദോശയുടെ വീഡിയോ കാണാത്തവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദോശമാവ് കാണുന്ന പോലെ നല്ല ലൂസായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ദോശത്തവ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. നമ്മളെപ്പോഴും ഇതുപോലെ ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള നടുഭാഗമൊന്നും കുഴിയില്ലാത്ത ദോശപ്പാൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ ദോശ നല്ല ക്രിസ്പിയും പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ദോശത്തവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നല്ലപോലെ ചൂടായിട്ട് മാത്രമേ നമുക്ക് മാവ് കോരി ഒഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മാവ് കോരി ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഓരോ പ്രാവശ്യം നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കലക്കി കൊടുക്കണം, അല്ലെങ്കിൽ റവയൊക്കെ അടിയിൽ വന്ന് കിടക്കും. ഇനി തവയിൽ മാവ് എടുത്തിട്ട് ആദ്യം ഇങ്ങനെ അറ്റം മുതൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ദോശമാവ് നമ്മൾ നല്ല പാകത്തിലാണ് കലക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോള് പോലെ വരുന്നത്.
ഈ ദോശ നല്ല ചൂടിൽ തന്നെ വേണം നമ്മൾ ചുട്ടെടുക്കാനായിട്ട്. പിന്നെ കുറച്ച് സമയമെടുത്ത് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. കുറേ വെള്ളം ഉള്ളത് കാരണം കുറച്ച് സമയം പിടിക്കും. ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ദോശ ഒന്ന് ചെറുതായിട്ട് ക്രിസ്പി ആയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് എണ്ണയോ നെയ്യോ എടുത്ത് ദോശയുടെ ചുറ്റും കുറച്ച് മേളിലൊക്കെ ഇട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ദോശ നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ദോശയുടെ സൈഡൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ദോശ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയും കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഈ ദോശ. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രാവശ്യം ദോശമാവ് ഒഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കലക്കിയെടുക്കുക. നല്ല ചൂടോടെ തന്നെ ദോശ ഉണ്ടാക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ദോശമാവ് ഒഴിക്കുന്നതിന് മുമ്പ് എണ്ണ തടവി കൊടുക്കാത്തത്. നിങ്ങൾ സാധാരണ പാനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എണ്ണ തടവിയിട്ട് വേണം ദോശമാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ദോശയെല്ലാം റെഡി ആയി കഴിഞ്ഞ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചൂടോടുകൂടെ ചട്നി, സാമ്പാർ ഇവയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമാണ് ഈ ദോശ. നിങ്ങളും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.